ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമ്മുടെ ഇറ്റ്സ് മീ സൈമൺ യൂട്യൂബ് ചാനൽ, സൈമൺ വർഗീസ് ഫേസ്ബുക്ക്, സൈമൺ വർഗീസ് ഇൻസ്റ്റഗ്രാം. ദേശം വിദേശത്തൊക്കെ ശ്രദ്ധിക്കുന്ന പുതിയ ആളുകൾക്ക് വേണ്ടി ഇങ്ങനെ പറയുന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വലിയ സന്തോഷമുള്ളൊരു ദിവസമാണ്. നമ്മളെ GST 28ഉം 18ഉം ഒക്കെ ഒഴിവാക്കാൻ ഒരു തീരുമാനം വന്നതായിട്ട് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഒരു ഗ്ലിംസ് കണ്ടു പത്രത്തിൽ. എനിഹൗ അത് നമ്മുടെ ദേശത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്ലാഘനീയമായ ഒരു തീരുമാനമാണ് എന്ന് ഞാൻ കരുതുകയാണ്. നമുക്കറിയാം, ഗുഡ് മോർണിംഗ്, ടാക്സ് നമ്മളെല്ലാം ഒരു വർക്ക്ഷോപ്പിൽ വണ്ടി കൊടുത്താൽ പോലും 28% ടാക്സ് കൊടുക്കേണ്ട സ്ഥിതി ഉണ്ടായിരുന്നു. അതൊക്കെ 18 അപ്പോൾ അത് ഒഴിവാക്കുക. അപ്പം അങ്ങനെ എല്ലാ രംഗത്തും ജനങ്ങളെ ഒരു സ്വച്ഛതയോടുകൂടി ജീവിക്കാൻ അനുവദിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വരികയാണെങ്കിൽ അത് നന്നായിരിക്കും, അല്ലേ? അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതക്രമത്തിൽ തന്നെ മാറ്റം വരും. ഇപ്പോൾ ഇന്നിപ്പം അമേരിക്ക താരിഫ് ഉയർത്തിയപ്പോൾ അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇവിടുന്ന് എന്തുമാത്രം കയറ്റുമതി ചെയ്യപ്പെടുന്നുണ്ട് ഇന്ത്യയിൽ നിന്നും, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് വസ്ത്രങ്ങൾ കയറിപ്പോയി. അതിൻ്റെ ഒരു അഹങ്കാരവും കുത്തലും നമ്മൾ ചിലരിൽ നിന്ന് കണ്ടു, അല്ലേ? അതായത് കേരളത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഫാക്ടറിയിൽ നിന്ന് വസ്ത്രങ്ങൾ ഉൽപ്പാദിപ്പിച്ച് അയച്ച് ധാരാളം പണം വർഷങ്ങളായി കിട്ടിയപ്പോൾ ഗവൺമെൻറ്റിനെ തന്നെ വെല്ലുവിളിക്കാൻ, പൊതുപ്രസ്ഥാനങ്ങളെ തന്നെ വെല്ലുവിളിക്കാൻ തക്ക വിധത്തിലേക്ക് അവർ വളർന്നു വന്നു, അല്ലേ? നമ്മൾ കണ്ടതല്ലേ. അതിലിപ്പോഴും അവതരിപ്പിക്കുന്ന ചില സൈദ്ധാന്തികം കേട്ടിട്ട് അതിൻ്റെ അനുചരൻ്റെ വാക്ക് കഴിഞ്ഞ ദിവസം ഞാൻ വളരെ ലജ്ജിച്ചു പോയി. എന്താണെന്ന് പോലും അറിയാതെ അയാൾ പറയുന്ന കാര്യം ഇങ്ങനെ പറഞ്ഞു നടക്കുക, സ്തുതി പാടിക്കണ്ടേ. പിന്നെ എന്തായാലും ഇപ്പോൾ അതുപോലെ തന്നെ കയറ്റുമതി എല്ലാവർക്കും എല്ലാ മേഖലയും സ്തംഭിക്കുന്നത്. അപ്പം ഗവൺമെൻറ് എടുത്തിരിക്കുന്ന പുതിയ സമീപനം അത് മറ്റുള്ള രാജ്യങ്ങളിലേക്ക്, യൂറോപ്യൻ കൺട്രീസിലേക്ക് സ്പ്രെഡപ്പ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ഗുഡ് മോർണിംഗ്. അപ്പം അങ്ങനെ ചെയ്താൽ നമുക്കതിനെ സർവ് എന്തായാലും നമുക്ക് ഇന്ത്യയെപ്പോലെ രാജ്യത്തിന്, ഇന്ത്യയെപ്പോലെ ഇത്രയും ശക്തമായ രാജ്യത്തിന് മടിച്ച് നിൽക്കാനോ പേടിച്ച് നിൽക്കാനോ ഒന്നും പറ്റില്ലല്ലോ. നമുക്ക് മുമ്പോട്ട് പോയാലേ പറ്റുള്ളൂ. പക്ഷെ അതോടൊപ്പം ചർച്ചയും നടത്തണം. മോദിയുമായി ചർച്ച നടത്തുന്ന നന്നായിരിക്കും. ആ പ്രശ്നം തീർക്കുകയാണെങ്കിൽ ഇന്ത്യക്കും നല്ലതാണ്, മോദിക്കും നല്ലതാണ്, അല്ലേ? യെസ്. എന്തായാലും ഓരോ ചെറിയ വിഷയം പോലും നമ്മളെ ബാധിക്കുമെന്ന് മനസ്സിലാകുന്നുണ്ട്. ദേശീയവും അന്തർദേശീയമായ തീരുമാനങ്ങൾ നമ്മുടെ രാജ്യത്തെ കഠിനമായി ബാധിക്കും. ഇത്തരുണത്തിലാണ് ഞാനിന്നൊരു പ്രസംഗം കേട്ടു, ഒരു വൈദികൻ്റെ പ്രസംഗം രാവിലെ കേട്ടതാണ്. അപ്പം അതിൽ ഈ സിസ്റ്റേഴ്സിനെയൊക്കെ പിടിച്ച് അറസ്റ്റ് ചെയ്തത് അവർ ആരെയും മാമോദിസ മുക്കിയത് കൊണ്ടോ മതവിരുദ്ധം നടന്നത് കൊണ്ടോ അല്ല, മറിച്ച് അവർ ജന്മി കുടിയാൻ ബന്ധത്തിനെതിരായി പോരാടുന്നത് കൊണ്ടാണെന്ന് പറഞ്ഞു. പെട്ടെന്ന് എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. ജന്മി കുടിയാൻ എന്നൊക്കെ നമ്മൾ കേൾക്കുന്ന സാധാരണ കമ്മ്യൂണിസ്റ്റുകാരുടെ മീറ്റിങ്ങിലല്ലേ. ഞാൻ ആലോചിച്ച് എന്തായി പറയുന്നത്, ഒന്നുകൂടെ കേട്ടു. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ മനസ്സിലായി, ഒന്നുകൂടെ കേട്ടു. അതായത് പണിയെടുപ്പിക്കാൻ വേണ്ടി കുറേ ആളുകൾ ഒരു നാട്ടിൽ ചെന്നാൽ അവിടെ ഒരു ജമീന്ദാർ അല്ലെങ്കിൽ കുറേ ഉദ്യോഗസ്ഥന്മാർ, അവർ മാത്രം ജീവിച്ചാൽ മതി, ബാക്കി എല്ലാവരും പണിയെടുത്ത് അവൻ്റെ പാടത്ത് കഴിഞ്ഞോണം. അപ്പോൾ അവന് വിദ്യാഭ്യാസം കൊടുക്കുക, അവൻ രോഗം വന്നാൽ അവൻ മരിച്ചു പോകും. ഇവർ സംഘടിക്കുമ്പോൾ ശക്തിയാവുന്നില്ല, രോഗം വന്നെല്ലാം ചത്തുപോയാൻ ചെയ്യും. അപ്പോൾ അവരെ ചികിത്സിക്കുക, അവരെ പഠിപ്പിക്കുക. നീ ഭാരതത്തിലെ പൗരനാണെന്നും നിനക്ക് ഭരണഘടന തരുന്ന എല്ലാ അവകാശങ്ങളും ഉണ്ടെന്ന് അവനെ പഠിപ്പിക്കുക. അത് വലിയ തെറ്റായിട്ടാണ് അവർ കരുതുന്നത്. അവരവിടെ ഒരു മതപരിവർത്തനം നടത്തുന്നില്ല, മറിച്ച് ഒരു മനപരിവർത്തനം നടത്തുന്നുണ്ട്. നീ എന്നും പണിയാളനായി ജീവിക്കേണ്ടവനല്ല, നിനക്കും ഒരു സ്വതന്ത്രമായ ഒരു രാജ്യമാണിത്, ഇവിടെ വിശാലമായ സ്ഥലമാണിത്, ഇവിടെ നിനക്ക് പണിയെടുത്ത് ബിസിനസ് ചെയ്ത് മുമ്പോട്ട് പോകാനുള്ള അവസരമുണ്ട്. ഇതവനെ ബോധ്യപ്പെടുത്തുന്നതാണ് ഈ സിസ്റ്റേഴ്സ് ചെയ്യുന്ന തെറ്റ്. ഇന്ത്യയിൽ
ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ 2.7% ആയിരുന്നു ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ അത് ഈ മതം മാറ്റവും പരിവർത്തനവും എല്ലാം നടത്തിയിട്ട് അവസാനം ഇപ്പോൾ എത്ര 2%. അപ്പോൾ അതിൽ നിന്ന് ഒരു പൊള്ളത്തരം മനസ്സിലാകുന്നില്ലേ? ഒരുവൻ അത് മാർപ്പാപ്പ തന്നെ ഒരിക്കൽ പറയുണ്ടായി, നിങ്ങൾ സുവിശേഷം പറയാനാണ് നിങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്, അല്ലാതെ നിങ്ങൾ മതപരിവർത്തനം നടത്താൻ പറഞ്ഞിട്ടില്ല. ഒരുവരത്തിന് മനസ്സിലുണ്ടാകുന്ന മാറ്റത്തിലാണ് അവൻ മനസ്സിന് പരിവർത്തനം ഉണ്ടാക്കുന്നത്. അത് അവൻ്റെ സ്വന്തം ഇഷ്ടമാണ്, അല്ലാതെ പ്രേരിപ്പിച്ച് സഭയിൽ ആൾ കൂട്ടിയിട്ട് ഒരു കാര്യമില്ല എന്നാണ് മാർപ്പാപ്പ. പക്ഷേ സുവിശേഷം ലോകത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും പ്രചരിപ്പിക്കണം. ക്രിസ്തു ജീവിച്ചിരുന്നു, ക്രിസ്തുവിൻ്റെ തീരുമാനം ഇന്നതാണ്, അതിനകത്ത് ബൈബിൾ എന്താണ് അത് പഠിപ്പിക്കണം. പിന്നെ അവരിഷ്ടമുള്ള ചെയ്തോട്ടെ. പക്ഷെ ഇവിടെ ഈ സിസ്റ്റേഴ്സ് ചെയ്തത് മതപരിവർത്തനമല്ല, മറിച്ച് മനപരിവർത്തനമാണ്. അവന് വിദ്യാഭ്യാസം കൊടുക്കുന്നു, രോഗം വന്നാൽ ചികിത്സിക്കാൻ സഹായിക്കുന്നു, മുറിവുകൾ മരുന്ന് വെച്ച് കെട്ടുന്നു, അവനെ സ്നേഹിക്കുന്നു, അവനെ അനുകമ്പാർദ്രമായ മുഖത്ഭാവത്തോടു കൂടി അവനെ നോക്കുന്നു. ഇതൊക്കെ ചെയ്തുള്ളൂ. അല്ല സിസ്റ്റേഴ്സിൻ്റെ കോടികളോ എല്ലാം ഉണ്ടോ? സിസ്റ്റേഴ്സിൻ്റെ ബാഗൊക്കെ അവർ അരിച്ച് പെറുക്കി എന്തെങ്കിലും ഉണ്ടോ? അതിനകത്തൊരു പ്ലേഡ് കഷ്ണം പോലും ഇല്ലായിരുന്നു. അവരുടെ ഒരു ബൈബിളും ഒരു കൊന്തയും അവർക്ക് അത്യാവശ്യം വണ്ടിക്കൂലി കാശൊക്കെ ഉള്ളായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് ഈ ഫാസിസ്റ്റ് ശക്തികൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾ അവർ വളരെ കൂർമ്മ ബുദ്ധികളാണ്. അവരാർക്കോ വേണ്ടി പണിയെടുക്കുകയാണ്, ജമീന്ദാന്മാർക്ക് വേണ്ടിയും അതുപോലെയുള്ള ഉയർന്ന ആൾക്ക് വേണ്ടി പണിയെടുക്കുക. കാരണം അവരുടെ കീഴാളന്മാർ എന്നും വെളുപ്പിനെ 5 മണിയാകുമ്പോൾ പാടത്ത് വെക്കണം, അല്ലെ പണിസ്ഥലത്ത് വെക്കണം, രാത്രി 8 മണിക്ക് പുറത്തിറങ്ങാവൂ, പകൽ സൂര്യനെ അവനെ കാണിക്കത്തില്ല, അവൻ്റെ കുടുംബത്തെ കാണിക്കത്തില്ല. ഇതാണ് അവരുടെ തീരുമാനം. അതിൽ നിന്ന് വ്യത്യസ്തമായി സ്വതന്ത്രമായി ജീവിക്കാനും എനിക്കും വിദ്യാഭ്യസിക്കാൻ അവകാശമുണ്ട്. പഠിപ്പിക്കാം, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാം, എനിക്ക് രോഗം വന്നാൽ ചികിത്സിക്കാൻ ഇന്ന സ്ഥാപനങ്ങളുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കി കൊടുക്കുന്ന സ്ഥിതി വന്നപ്പോഴാണ് ഈ പ്രശ്നം സിസ്റ്റേഴ്സിനെ നേരെ ആക്രമിക്കുന്നത്. തീർച്ചയായിട്ടും അത് ഒരു പരിഷ്കൃത സമൂഹത്തിൽ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അച്ഛൻ്റെ വാക്ക് കേട്ടപ്പോൾ ഞാൻ ഓർത്തു, അച്ഛൻ ഇങ്ങനെ ഈ എപ്പോഴും ജന്മകുടിയാനെ പറ്റിയൊക്കെ നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ള കേരളത്തിലല്ലേ. അങ്ങനെ കേൾക്കുകയും അതിനുവേണ്ടി രക്തം ചിന്തുകയും പോരാടുകയും ചെയ്തതുകൊണ്ടാണ് ഇന്ന് നമ്മളിവിടെ ഉച്ചനീചത്വങ്ങളില്ലാതെ. ഇപ്പം നമ്മുടെ തമിഴ്നാട്ടിൽ പോലും ഇപ്പോഴും ഉണ്ട്. ചില റോഡിൽ കൂടെ പലർക്കും നടക്കത്തില്ല. അതിപ്പം സ്റ്റാലിൻ വന്നതോടെ അതൊക്കെ മാറ്റി തുടങ്ങി. എന്നിരുന്നാലും ഉണ്ട്. പക്ഷെ കേരളത്തിൽ അതില്ല. വർണ്ണവെറിയന്മാരും അങ്ങനെയുള്ളവരൊന്നും ഇവിടെ ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ പോരാട്ടങ്ങൾ കൊണ്ട് അവരെ അതിനെ നേരിടുകയാണ് ചെയ്തത്. നമുക്കറിയാം AKG തുടങ്ങിയുള്ളവരുടെ പ്രവർത്തനങ്ങൾ, നവോത്ഥാന കാല പ്രവർത്തനങ്ങൾ. ഇതുകൊണ്ടാണ് ഇന്ത്യയിൽ ഇന്നിപ്പോൾ കേരളത്തിൽ ഏതൊരുവനും എവിടെയും കയറി ചെല്ലാം, എവിടെയും ഇറങ്ങിച്ചെല്ലാം, ഏത് അമ്പലത്തിലും പോകാം, പള്ളിയിൽ പോകാം, പ്രാർത്ഥിക്കാം, അവന് ചായ കുടിക്കാം, കാപ്പി കുടിക്കാം. അല്ല നിനക്ക് ചിരട്ടയിലേ ചായ ഉള്ളൂ, നീ കപ്പിൽ ചായ കുടിച്ചാൽ മതി, നീ ഇന്ന വസ്ത്രം ധരിച്ചാൽ മതി എന്നൊന്നും ഇവിടെ ആരും പറയുന്നില്ല. ഇതുപോലെ ഭാരതം മുഴുവനാകണമെന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹത്തിനെതിരാണ് ഈ പറയുന്നത്. അല്ല ഇവിടെ മതപരിവർത്തനം നടത്തുകയാണെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ 2.7% ഉണ്ടെങ്കിൽ ഇപ്പോൾ 2% കുറയല്ലേ ചെയ്തത്. അതല്ല പ്രശ്നം. വിദ്യ കൊടുക്കാൻ പാടില്ല, അവർക്ക് നല്ല ചികിത്സ കൊടുക്കാൻ പാടില്ല, അവരെ സ്നേഹിക്കാൻ പാടില്ല. ഇതൊക്കെയാണ് പ്രശ്നം. എന്തായാലും സമൂഹം എന്തായാലും സിസ്റ്റേഴ്സിൻ്റെ അറസ്റ്റോടുകൂടി ഇന്ത്യ മുഴുവൻ ഈ പ്രശ്നങ്ങളെപ്പറ്റി ചർച്ച ചെയ്യാൻ തുടങ്ങി, ലോകം മുഴുവൻ ചർച്ച ചെയ്യാൻ തുടങ്ങി. ഇന്ത്യയിലെ ഈ അധമ ചിന്താഗതിയെപ്പറ്റി ആളുകൾ പരസ്യമായിട്ട് പറയാൻ തുടങ്ങി. എന്തായാലും അതൊരു നേട്ടമാണെന്ന് എനിക്ക് തോന്നുന്നത്. എല്ലാവരും തന്നെ അത് ചർച്ച ചെയ്യാൻ തുടങ്ങി. വെരി ഗുഡ്. എനിഹൗ നമ്മുടെ ഭാരതത്തെ നമുക്ക് സ്നേഹിക്കാം, ഭാരതാംബയെ കൂടുതൽ പുണരാം, ഭാരതാംബയുടെ എല്ലാ മക്കളെയും നമ്മുടെ മക്കളായി കാണാം, എല്ലാ സഹോദരങ്ങളെയും നമ്മുടെ സഹോദരന്മാരായി കണ്ടുകൊണ്ട് മുമ്പോട്ട് പോകാൻ നമുക്ക് ശ്രമിക്കാം. എന്തായാലും നമ്മുടെ പോസിറ്റീവ് തിങ്കിങ് ഒന്നും കളയരുത്. ബി പോസിറ്റീവ് ഓൾവേസ്. മോർ ഓവർ എക്സസൈസ് വേണം, നടക്കണം, ഭക്ഷണം നിയന്ത്രിക്കണം, എന്നിട്ട് മുമ്പോട്ട് പോകണം. ഞാനിപ്പോൾ ഐ മീൻ മൈ 65 ഐ എം ടോക്കിംഗ് വിത്ത് യു. നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക. നമ്മൾ ഒരു അച്ചടക്കത്തോടെയുള്ള ജീവിതം. ഹലോ, ഗുഡ് മോർണിംഗ്. ഭക്ഷണ ക്രമീകരണമൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ജീവിക്കുന്നത്. നമ്മൾ കഠിനമായ രോഗങ്ങളോ മറ്റു പ്രശ്നമൊന്നും ഇതുവരെ ഇല്ല. പിന്നെ നമ്മൾ മദ്യപിക്കത്തില്ല, പുക വലിക്കത്തില്ല, അമിതമായി ഭക്ഷണം കഴിക്കത്തില്ല. സദ്യക്കൊക്കെ പോയെന്ന് വെച്ചാൽ
അടിച്ച് വീഴത്തില്ല. നമുക്ക് ആവശ്യത്തിന് മാത്രം കഴിക്കും, വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കാൻ ശ്രമിക്കും. അപ്പോൾ നമ്മൾ ഹെൽത്ത് ഓട്ടോമാറ്റിക്കലായിട്ട് വരും. പിന്നെ ഞാൻ പ്രത്യേകമായിട്ട് കഴിക്കുന്ന സാധനം എലിഫൻ്റ് ആപ്പിളിൻ്റെ ജ്യൂസ് കുടിക്കുന്നുണ്ട് 4 വർഷമായിട്ട്. അത് എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്നത്, വാങ്ങിച്ച് കഴിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ വില ഏറ്റവും കുറഞ്ഞതിൻ്റെ വില 190, ഇപ്പോൾ 270. ആമസോണിൽ കിട്ടും എലിഫൻ്റ് ആപ്പിൾ. അതിനെപ്പറ്റി ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്. നമ്മുടെ യൂട്യൂബിലൊക്കെ ഉണ്ട്, ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ മതി. അത് ഞാൻ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അത് ഹാഫ് ഗ്ലാസ് ജ്യൂസ് ഓൾട്ടർനേറ്റ് ഡേയ്സിൽ കുടിക്കും. നല്ല എൻ്റെ വില കൂടുതലും കൊണ്ടൊക്കെയാണ് ഹാഫാക്കിയിരിക്കുന്നത്. എങ്കിലും അത് മതി. ഞാനിപ്പോൾ 4 വർഷം 5 വർഷമായിട്ട് കഴിക്കുന്നുണ്ട്. എനിഹാവോ, ഞാനൊരു കാര്യം പറയാൻ വന്നത്, ഈ GSTയുടെ കുറവ് വരുത്തുന്നത് ജീവിതം, ദുസ്സഹമായ ജനജീവിതത്തെ ഒന്ന് തണുപ്പിക്കാൻ സഹായിക്കും എനിക്ക് തോന്നുന്നു. മോറോവർ നമ്മുടെ സമൂഹത്തിൻ്റെ ആരോഗ്യനില മെച്ചപ്പെടാൻ സഹായിക്കും. ജനത്തിൻ്റെ ടാക്സ് അടച്ചും അവിടെയും ഇതൊന്നും ചെയ്ത് വീട്ടിൽ വരുമ്പം ഭക്ഷണമില്ലാതെ കപ്പയും കഞ്ഞിയും കുടിക്കുന്ന സ്ഥിതിയിൽ നിന്ന് എൻ്റെ ദോശ വാങ്ങിച്ച് തിന്നാനുള്ള പൈസ പോക്കറ്റിൽ വരും എന്നെനിക്ക് തോന്നുന്നു. ഞാൻ ശാസ്ത്രീയമായി ഞാൻ പഠിച്ചില്ല, ജസ്റ്റ് ഒന്ന് കണ്ടതേ ഉള്ളൂ, പത്രം വായിച്ചിട്ട് ജസ്റ്റ് ഇറങ്ങിയപ്പോൾ നോക്കിയതാണ്. ഓക്കെ, എനിഹാവും ഒരു കാര്യമുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെ വീട്ടിൽ കൊച്ചുമക്കളുണ്ടെങ്കിൽ ആ കൊച്ചുമക്കളോട്, എനിക്ക് 5 കൊച്ചുമക്കളുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മകന് 2, മകൾക്ക് 3. ആ കൊച്ചുമക്കൾ നമ്മൾ സംസാരിക്കുന്നത് എപ്പോഴും വിനയത്തിൻ്റെ ഭാഷയിൽ, സ്നേഹത്തിൻ്റെ ഭാഷയിലായിരിക്കണം. നമ്മുടെ മുഖത്ത് എപ്പോഴും ഒരു പുഞ്ചിരി ഉണ്ടായിരിക്കണം. കുഞ്ഞുങ്ങൾക്കറിയില്ല നിങ്ങളുടെ മറ്റ് മുഖങ്ങൾക്ക്, അതൊക്കെ നിങ്ങളുടെ കയ്യിൽ തന്നെ വെച്ചേക്കുക. നമ്മൾ കുട്ടികളെ കാണുമ്പോൾ ചിരിയോടുകൂടി സംസാരിക്കും, വിനയത്തോടെ ആർത്തട്ടഹസിച്ച് കുഞ്ഞാന്ന് വെച്ച് പേടിപ്പിച്ച്, അങ്ങനെയുള്ളവരെ ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന പലരും. കുട്ടി അലറി, അതിനൊന്നും നിയമമില്ല കേട്ടോ, അത് ചെയ്യാൻ പാടില്ല. കുട്ടിയുടെ മനസ്സ് തകർന്നു പോകും. അത് ആ കുട്ടിയൊന്നും പറയുന്നില്ലെങ്കിൽ പോലും അതിൻ്റെ ആ സപ്തനാഡികളെയും അത് തളർത്തിക്കളയും. നിങ്ങൾ അലറുമ്പോഴും നിങ്ങൾ കഠിനമായി ശാസിക്കുമ്പോഴുമൊക്കെ, മോശം പദം പ്രയോഗിക്കുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കണം. സൂക്ഷിച്ചേ പദപ്രയോഗം നടത്താവൂ. നിങ്ങൾ അത് പറയുമ്പോൾ നിങ്ങളുടെ മുഖത്തെ ഭീകരാവസ്ഥയൊക്കെ കൺട്രോൾ ചെയ്യണം. ഇത് വളരെ സ്നേഹത്തോടുകൂടി ഉപദേശിക്കാം, കുഴപ്പമില്ല, അതിനപ്പുറത്തോട്ട് പോകരുത്. ആ കുഞ്ഞുങ്ങൾ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് കുഞ്ഞുങ്ങൾക്കും 112 ഞെക്കിയാൽ ആളിക്ക് അവർക്കതൊക്കെ അറിയാവും. ഒരു സ്കൂളിൽ ആദ്യം പഠിപ്പിക്കുന്നതൊക്കെയാണ്. 112 ഇപ്പം ഞെക്കിയാൽ ഓട്ടോമാറ്റിക്കാണ്. അത് അപ്പനാണോ അമ്മയാണോ വലിയപ്പനാണോ നോക്കത്തില്ല, പോലീസ് വീട്ടിൽ വരും. ഇപ്പം തന്നെ പല അപ്പന്മാരും ജയിലിൽ കിടക്കുക. അതുകൊണ്ട് കുഞ്ഞുങ്ങളോട് സ്നേഹത്തോടെ പെരുമാറാൻ പഠിക്കണം, അവരെ ബഹുമാനിക്കണം, അവരൊരു ഇൻഡിവിജ്വലാണെന്ന് അംഗീകരിക്കണം. എന്നതുകൂടി നമ്മൾ ശ്രദ്ധിക്കുകയാണ്, നമ്മുടെ ജീവിതം നന്നായിരിക്കും. എന്തായാലും വ്യത്യസ്തമായി കഴിഞ്ഞ ദിവസം ഒരാൾ പ്രസംഗിക്കുന്നത് കേട്ടു കേരളത്തെപ്പറ്റി. ഈ കേരളത്തിൽ നമുക്ക് ഇങ്ങനെയൊക്കെ പറയാം, മുഖ്യമന്ത്രിയെ ചീത്ത പറഞ്ഞിട്ട് വീട്ടിലേക്ക് നടന്നു പോകാം. ഏതൊരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് കയറി ചെന്ന്, എന്താ സാറേ എൻ്റെ പരാതി നിങ്ങളെന്താ നടത്താത്തതെന്ന് ചോദിക്കാം. ഏത് DSP ഓഫീസിലും കയറി ചെല്ലാം, ഏത് വില്ലേജ് ഓഫീസിലും ചെന്ന് കാര്യം ചോദിക്കാം. ഇതുപോലെ കേരളം വിട്ട് അതിൽ ശരി പറ്റുമോ നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു നോക്കി. ശരിയാണ്, പല ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ പലയിടത്തും പരാതി കൊടുത്തിട്ട് പരാതി സ്വീകരിക്കണമെന്ന് പറയാൻ SP-യെയും കളക്ടറെയും മന്ത്രിയെ കാണണ്ട. ഒരു പരാതി സ്വീകരിക്കാൻ, നമ്മളിവിടെ പരാതി സ്വീകരിച്ചല്ലേ അവനെ സസ്പെൻഡ് ചെയ്യും. ഇപ്പോൾ തന്നെ ഒരു SHO ആണെങ്കിലും കൊള്ളാം, SI ആയാലും കൊള്ളാം, സ്റ്റേഷനിൽ കിട്ടുന്ന പരാതി സ്വീകരിച്ച് റെസീറ്റ് കൊടുത്തില്ലെങ്കിൽ സ്പോട്ടിൽ അവനെ സസ്പെൻഡ് ചെയ്യും. അതുപോലും ഇല്ലാത്ത സ്റ്റേറ്റുകൾ ഇന്ത്യയിലുണ്ട് എന്ന് പ്രസംഗിക്കുന്നത് കണ്ടപ്പോഴാണ് ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് അതിൻ്റെ ഗൗരവം മനസ്സിലായി. അപ്പോൾ ഈ സമ്പൽ സമൃദ്ധമായ ഭൂമിയിൽ, അതിപ്പം ഫിനാൻഷ്യലി ആകട്ടെ, കൾച്ചറലി ആകട്ടെ, ഫ്രീഡം വൈസ് ആകട്ടെ, നമ്മളിവിടെ സന്തോഷമായിട്ട് എല്ലാവരും ഇങ്ങനെ ജീവിക്കുന്നു എന്ന് ആരും സങ്കല്പിച്ച് കളയരുത്. പലരും ബുദ്ധിമുട്ടി ജീവിക്കുന്നവരുണ്ട്, പലരും പ്രയാസപ്പെട്ട് ജീവിക്കുന്നുണ്ട്. വല്ലപ്പോഴും പൊട്ടക്കുളത്തിലെ തവളയാകാതെ കേരളത്തിന് പുറത്ത് എന്ത് നടക്കുന്നു എന്നുകൂടെ ഒന്ന് അന്വേഷിച്ചാൽ എന്നതായിരിക്കും. ആ കൂടെ ഇന്ത്യക്ക് പുറത്ത് എന്താണ് നടക്കുന്നതെന്നും കൂടി ആലോചിച്ചാൽ ഇവിടുത്തെ യുവതികളൊക്കെ ചാടി പോകുമ്പം അതിൻ്റെ പിന്നെയുള്ള ചേതോ വികാരം എന്താണെന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അവർക്ക് റെസ്പെക്റ്റ് കിട്ടണം, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ അവസരം ഉണ്ടാകണം, അവർക്ക് അവരുടെ കുടുംബത്തെ പോറ്റണം, മാതാപിതാക്കളെ സംരക്ഷിക്കണം, അതിനൊക്കെ അവർ പോകുന്നത്.
ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. നമ്മളെപ്പോഴും പറയുന്ന പോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വളർന്നു വരുമ്പോൾ അവർക്ക് ഇംഗ്ലീഷും ഹിന്ദിയും മലയാളവും മാത്രം പീഡിപ്പിച്ച് കൊടുക്കരുത്. അവർ അവധിക്കാലത്ത് ഒരു ഫ്രഞ്ചോ ജർമ്മനോ ഇറ്റാലിയനോ മറ്റ് ഭാഷകൾ പഠിപ്പിച്ചു കൊടുത്ത് അവർ തന്നെ ഡെവലപ്പ് ചെയ്തോളൂ. ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോഴത്തെ സയൻറ്റിഫിക് പ്രോസസ്സ് വെച്ച് അല്ലെങ്കിൽ നമ്മുടെ ലാപ്പും ടാബും ഒക്കെ വെച്ച് അവർ ഡെവലപ്പ് ചെയ്തോളൂ. നമ്മളെക്കാൾ സൂപ്പർമാരായിട്ട് വരും. അവർക്ക് നിങ്ങൾക്ക് തുടങ്ങി കൊടുത്താൽ മതി. അവർ ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയും ചെന്നാൽ, ഫ്രാൻസിൽ ചെന്നാൽ ഫ്രഞ്ചും, ഇറ്റലി ചെന്നാൽ ഇറ്റാലിയനും, ജർമ്മനി ചെന്നാൽ ജർമ്മനും പറയാനുള്ള പ്രാപ്തി ഉണ്ടാക്കി നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തണം. അതോടൊപ്പം തന്നെ അവർക്ക് ചെറുപ്പത്തിലെ നീന്തൽ അഭ്യസിപ്പിക്കണം. 5ാം ക്ലാസ്സൊക്കെ ആകുമ്പോൾ കരാട്ടെ കുങ്ഫു, 3ാം ക്ലാസ് ആയാലും കുഴപ്പമില്ല, കരാട്ടെ കുങ്ഫു കളിയോ എന്തെങ്കിലും പഠിപ്പിക്കണം. അതുപോലെ തന്നെ 18 വയസ്സ് കഴിയുമ്പോൾ ഡ്രൈവിംഗ് പഠിപ്പിച്ചേ പുറത്തിറക്കാവൂ. എല്ലാ വാഹനങ്ങളും ഓടിക്കത്തക്ക രീതിയിൽ അത് സ്കൂളിൽ തന്നെ ചെയ്യണമെന്ന് എൻ്റെ അഭിപ്രായം. അതോറിറ്റീസ് ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ദയവായി സ്കൂളിൽ തന്നെ +2 പഠിക്കുന്ന കുട്ടികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് സ്കൂളിൽ നിന്ന് തന്നെ എടുത്തു കൊടുക്കാൻ നടപടി സ്വീകരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ മറ്റുള്ള കുഞ്ഞുങ്ങളെ പോലെ അല്ലല്ലോ. അവർ മിടുക്കന്മാരായിട്ട് വരട്ടെ, അവർ നാടിൻ്റെ ഓമനകളായിട്ട് വരട്ടെ. എന്തായാലും കേരളം ഭരിക്കുന്ന സർക്കാരും അതിൻ്റെ മുഖ്യമന്ത്രിയും ഏത് നല്ല കാര്യം കേട്ടാലും അത് ഉടനെ അതിനെപ്പറ്റി ചിന്തിക്കുന്ന ആളുകളായതുകൊണ്ടാണ് ഇത് പറയുന്നത്. നമുക്കറിയാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ 22ഓളം ടൂളുകൾ ഗവൺമെൻറ് വാങ്ങിച്ചു കഴിഞ്ഞു. ദാറ്റ് മീൻസ് അവർ നമ്മളോടൊപ്പം തന്നെ മുമ്പോട്ട് പോവുകയാണ്. അപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ചു, ഒരു ട്രാഫിക് ഐലൻഡിൽ ചെന്നാൽ വണ്ടി നിന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ 5 മിനിറ്റ് 10 മിനിറ്റ് 2 മിനിറ്റാണ്. എന്നാൽ 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വണ്ടികളെല്ലാം പോയി കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ റഡാർ വെച്ച് ചെക്ക് ചെയ്തിട്ട് അവിടെ സ്റ്റോപ്പ് കൊടുത്ത് മറ്റോ ഓപ്പൺ ചെയ്യും. അങ്ങനെ ചെയ്യാവുന്ന കാര്യത്തിലേക്ക് നമ്മൾ വരണം. അത്തരത്തിൽ ഏതൊരു കാര്യത്തിലും നൂതനവും ആധുനികവുമായ വീക്ഷണത്തോടെ മുമ്പോട്ട് പോകണം. നമ്മുടെ സ്കൂളിൽ നിന്ന് കുഞ്ഞുങ്ങൾ ഇറങ്ങി വരുമ്പം എന്തെങ്കിലും ഒരു മാർഷ്യൽ ആർട്സ് പഠിച്ചിരിക്കണം. അതുപോലെ അവൻ ഡ്രൈവിംഗ് പാസ്സായിരിക്കണം, നീന്തൽ വശമുള്ളവനായിരിക്കണം. അതുപോലെ തന്നെ പാട്ട് പാടാനും അല്പസ്വല്പം 2 ചുവട് വെച്ച് ഡാൻസ് ചെയ്യാനും പഠിപ്പിക്കണം. അമേരിക്കയിലാട്ടെ, ഇംഗ്ലണ്ടിലാട്ടെ, ഫ്രാൻസിലാട്ടെ, ഇറ്റലിയിലാട്ടെ അവൻ പോയാൽ ഒരു പാർട്ടി വന്നാൽ അവനൊരു മലയാളിയാണെന്ന് ആരും പറയാൻ അവൻ 2 സ്റ്റെപ്പൊക്കെ വെച്ച് അവരോടൊപ്പം നിൽക്കുന്ന ഒരു പയ്യനായി അല്ലെങ്കിൽ ഒരു പയ്യത്തിയായി നമുക്ക് അവരെ വളർത്തണം. ഗവൺമെൻറ് അതും കൂടെ ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ദയവായി നമുക്ക് കാത്തിരിക്കാം. പിന്നെ പട്ടിയുടെ കാര്യത്തിൽ അതിൻ്റെ തീരുമാനമായി തുടങ്ങി. കഴിഞ്ഞ ദിവസം ഒരു TV കാരൻ ചർച്ച ഇട്ടു 24-ൽ. മോശമല്ല, അവർ പലതിനും മുന്നോട്ടിരിക്കുന്ന അതിലൊരു പട്ടിപ്രേമിയൊന്നുമല്ല, അവൻ പട്ടിയുടെ കാശ് മേടിക്കുന്നതിന് ഉറപ്പാണ്. അതിന് എന്താ അലറിയല്ലേ, പട്ടി കടിക്കത്തില്ല, പട്ടിയുടെ നെഞ്ച്. അപ്പോൾ അതിൻ്റെ അവതാരകൻ ചോദിക്കുക, ഈ 3 വയസ്സുള്ള കുട്ടി എങ്ങനെ, അത് നാട്ടുകാർ കയറിയിട്ടാണ് പറയുന്നത്. അപ്പോൾ അവൻ എന്തിനും ഒരു തർക്കത്തരാണ് പറയുന്നത്. ദിവസം പറഞ്ഞാൽ അത് അങ്ങനെ കിടക്കും. അമ്മയെ തല്ലിയാലും 2 കൂട്ടരുണ്ടല്ലോ, നമ്മളത് വകവെക്കേണ്ട ആവശ്യമില്ല. സ്ട്രിക്റ്റായിട്ട് അതിന് ആക്ഷൻ എടുക്കണം, അതിനെ മുമ്പോട്ട് കൊണ്ടുപോകണം. തെരുവ് പട്ടികൾക്ക് ഒന്നെങ്കിൽ വനത്തിൽ അല്ലെങ്കിൽ ഷെൽട്ടറിൽ അക്രമകാരികളായവരെ കൊന്നുക, അത് ചെയ്തേ പറ്റുള്ളൂ. അത് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും മുൻകൈ എടുക്കണം, നടപടി സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. വെരി സോ ഗുഡ്.